കഴിഞ്ഞ ദിവസം നമുക്ക് ഇന്തോനേഷ്യൻ ഭക്ഷണ വൈവിധ്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒരുക്കിയ ജാക്കിയയുടെ കുടുംബ വീടിനോട് ബൈ പറഞ്ഞ് നമ്മളിപ്പോൾ ജാവ ദ്വീപിൻ്റെ വടക്കു ഭാഗത്തു നിന്നും നേരെ തങ്കരങ് എന്ന പട്ടണം ലക്ഷ്യമാക്കി യാത്ര പോവുകയാണ്. വൈകുന്നേരം തുടങ്ങിയ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് നേരം ലേറ്റായി. ജക്കാർത്തയോട് ചേർന്ന തങ്കരങ്ങിലാണ് ജാക്കിയ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഏറെ വൈകി തങ്കരങ്ങിലെത്തിയ എനിക്ക് ഇവിടെ ഒരു ഹോട്ടൽ റൂം റെഡിയാക്കി തന്നതിന് ശേഷം ജാക്കിയ നേരെ വീട്ടിലേക്ക് പോയി നാളെ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് അതുപോലെ കൃത്യം വൈകിട്ട് തന്നെ ജാക്കിയ നമ്മളെ കൂട്ടാനായി വന്നെത്തി. ഞാനേ ഇന്നത്തെ ദിവസം എങ്ങോട്ടും പോയിട്ടില്ല, റൂമിൽ തന്നെയായിരുന്നു. വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി. അതിനുശേഷം രാത്രി ഇപ്പം എന്നെ കൂട്ടാനായിട്ട് ജാക്കിയും അതുപോലെ തന്നെ ഫ്രണ്ടും വന്ന് താഴെ കാത്തിരിപ്പുണ്ട്. നമ്മളെ ഇവിടുത്തെ ഈ ഒരു രാത്രി ജീവിതം, ഈ ഒരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് പോവാണ് കേട്ടോ. നമ്മളെ കാത്തിരുന്ന രാത്രി കാഴ്ചകൾ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറയായിരുന്നു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഹായ്, ദാ വന്നിട്ടാ. ദിസ് ഈസ് യുവർ ഫ്രണ്ട്? Okay, hi. Hi. Shy. Mosque. Okay. And then second market. Okay. നമ്മളുണ്ടല്ലോ ആദ്യമേ ആ ഒരു മോസ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ മകുടമുള്ള മോസ്ക് അത് ഇന്തോനേഷ്യയിലാണുള്ളത്. അതറിയായിരുന്നു നിങ്ങൾക്ക്? ജാക്കിയ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മളുടെ കൂടെ ആ ഒരു ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി ലീവ് എടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകുന്നേരം എന്നെ ഒരു നാട് ചുറ്റിക്കാണിക്കാൻ ഫ്രണ്ടിനെയും കൂട്ടി വന്നതാണ്. ഇവിടുത്തെ ഉണ്ടല്ലോ മെയിൻ റോഡിൽ ആണെങ്കിലും ഈ റോഡിന് കട്ടിങ്ങുകൾ കൂടുതലാണ്. ഇന്നലെ രാത്രി ആ മഴ പെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ അധികം പാടുപെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ചാടി ചാടി ഞങ്ങളൊരു വഴിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ റോഡിന് സൈഡിലുള്ള ക്യൂ കണ്ടോ നിങ്ങൾ? ഇത് അന്നദാനത്തിനുള്ള ക്യൂ അല്ല കേട്ടോ, പെട്രോൾ അടിക്കാനുള്ള ക്യൂ ആണ്. അവിടെ മാത്രമല്ല ഇവിടെയും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഇന്തോനേഷ്യയുടെ ഗ്രാമങ്ങളിൽ കൂടി തന്നെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ആളുകൾ പട്ടണം കാണിക്കുന്നില്ല എന്നുള്ളൊരു പരിഭവം പറഞ്ഞിരുന്നു കേട്ടോ. അതിന് പരിഹാരമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. പട്ടണത്തിൻ്റെ രാത്രി കാഴ്ചകൾ തന്നെ നമുക്ക് കണ്ടു തുടങ്ങാം. തങ്കരാങ്ങിൻ്റെ ഉണ്ടല്ലോ മെയിൻ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ ഒരു ലേക്കും, അതുകൂടാതെ ലേക്കല്ല ഒരു പുഴയാണ് കേട്ടോ, പിന്നെ നല്ല പുൽത്തകിടിയുള്ള റോഡുകളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു രസമായി വന്നത്. ഇത്രയും നേരം നമ്മൾ വന്ന പോലെ അത്ര മോശം റോഡുകളേ അല്ല ഇവിടെ ഉള്ളത്. പിന്നീട് നമ്മൾ നേരെ ഒരു കവാടം കടന്ന് എത്തുന്നത് അൽ അജോം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മകുടങ്ങളിലൊന്നുള്ള മസ്ജിദിൻ്റെ മുമ്പിലേക്കാണ്. ഇത്രയും വലിപ്പമുള്ള മകുടങ്ങളുള്ള ഒരു മസ്ജിദ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപഘടന കൂടിയാണ് അതിനുള്ളത്. തങ്കരങ് എന്ന ഈ ഒരു പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കൂടിയാണ് അൽ അജോം മസ്ജിദ്. ശരിക്കുണ്ടല്ലോ ഈ അൽ അജോം മസ്ജിദേ നമ്മൾ ദുബായിൽ കണ്ടില്ലായിരുന്നു, അവിടുത്തെ ഇസ്ലാമിക് സെൻറ്റർ. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ വന്ന് നിറയുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ വലിയൊരു ഗ്രൗണ്ട് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടവും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കുണ്ടല്ലോ മസ്ജിദ് വന്നിട്ട് സിംഗിൾ ഡോം അല്ല, അതായത് ഡോം തന്നെ സിംഗിളും തന്നെ, പക്ഷേ അതിലേക്ക് ഈ ഒരു എതളുകളില്ല, താമരയുടെ എതളൊക്കെ ഇങ്ങനെ വന്ന് ചേരുന്ന പോലെ 2, 3 അപ്പുറം ഇപ്പുറം നിന്നൊക്കെ സൈഡിൽ നിന്ന് വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ഡോമുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും വലിപ്പമുള്ളത് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ പ്രത്യേകം മറ്റൊരു കാഴ്ചയുണ്ട്, നോക്കി നിങ്ങൾ. കറക്റ്റ് അതിൻ്റെ ആ ഒരു ഡോമിന് മേലെയായിട്ട് തന്നെ നമ്മളുടെ ചന്ദ്രക്കല അങ്ങനെ കത്തി നിൽക്കുകയാണ് കേട്ടോ. ചേടാ അത് കൊള്ളാലോ അല്ലേ. ഞങ്ങളെത്തിയത് കറക്റ്റ് ആ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് തന്നെയായിരുന്നു. അപ്പം അവർ പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ എന്നോട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടോളാൻ പറഞ്ഞു. ഞാനങ്ങനെ വലിയ മുറ്റമാണ് കേട്ടോ ആ ഒരു പള്ളിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് നിന്ന് ചുറ്റിക്കറങ്ങി ആ ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും ഈ ഒരു തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുടകളും മറ്റുമൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നിങ്ങൾക്കറിയാലോ പല പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ആ ഒരു പോർഷൻസൊക്കെ ഉണ്ട്. അത് ഈ ഒരു പള്ളിയിലും ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പോൾ ജാക്കി എന്നോട് വന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഓൾറെഡി സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളൊരു മസ്ജിദിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാമല്ലോ. ഫസ്റ്റ് ടൈം ഐ ആം ഗോയിങ് ദിസ് മച്ച് ബിഗ് മസ്ജിദ്.
നടുക്ക് സപ്പോർട്ടിംഗ് വാൾസ് ഒന്നുമില്ലാതെ 10,000-ഓളം ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാസീവ് സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ ഈ ഒരു മസ്ജിദിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അത് ശരിക്കും അകത്തു വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബാഹുല്യം നമുക്ക് അത്രത്തോളം മനസ്സിലാകുന്നത്. ഈ ഒരു മസ്ജിദ് പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ കൾച്ചറൽ പരമായിട്ടുള്ള പ്രോഗ്രാമുകളുടെയും ഒക്കെ ഒരു സെൻറ്ററാണ് കേട്ടോ. 1997 ഈ ഒരു മസ്ജിദിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2003 കേട്ടോ ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയായത്. ഇതിൻ്റെ സെൻറ്ററിൽ വലിയൊരു ഡോമും അതിനോട് ചേർന്ന് കൂടിച്ചേരുന്ന രീതിയിലെ ചെറു ഡോമുകളും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇസ്ലാമിക് അതുപോലെ തന്നെ മോഡേൺ ശൈലിയും കൂടിച്ചേർന്നിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ ഒരു മസ്ജിദിൽ പിന്തുടർന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡോമിലും അതുപോലെ തന്നെ വാളുകളിലും മറ്റും ഖുറാൻ സൂക്തങ്ങളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ഗാലറി പോലത്തെ ഒരു പോർഷൻ കൂടിയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പ്രാർത്ഥിക്കുന്ന ആളുകളും ആ ഒരു പള്ളിയുടെ മുഴുവനായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കിട്ടും. ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് അവിടെ ആര് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണാനുള്ളത്. ഇന്ന് ഈ ഒരു മസ്ജിദ് ഇന്തോനേഷ്യയിൽ വരുന്ന തീർത്ഥാടകരുടെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനം കൂടിയാണ്. നെക്സ്റ്റ് വേർ വി ആർ ഗോയിങ്? ഓക്കെ, അടുത്ത നമ്മൾ നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു നാടിൻ്റെ രാത്രി ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഇനി ലെറ്റ്സ് എൻജോയ് ദ പാർട്ടി. ഇവിടെ പാർട്ടി കൊണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കൊരു രാത്രി റൈഡ് ആവാലോ. ഇനി ഈ ഒരു ഭാഗം വന്നപ്പോഴത്തേക്ക് ഒരു വൈബ് ഏരിയ ആയ ഈ ടൗണിൽ കൂടെ ഉണ്ടല്ലോ വാട്ടർ ചാലുകൾ കടന്നു പോകുന്നുണ്ട്. അതിന് മേലെ കൂടെയുള്ള ഒരു പാലത്തിലൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. അതിനുണ്ടാക്കിയേക്കുന്ന പാലങ്ങളിലൊക്കെ അത്യാവശ്യം കണ്ട ഞങ്ങൾ നല്ല കളറൊക്കെ കൊടുത്ത് നല്ല കളർഫുൾ ആക്കി. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അതിന് ക്രോസ് ആയിട്ട് ഇതാ ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി സിറ്റി ഒരു കളറായി തുടങ്ങിയ ഈ ഒരു ഭാഗത്തേക്ക്. ഈ ഒരു ഭാഗത്തത് ഒരു പാർക്കാണ് കേട്ടോ. ഈ മോർണിംഗ് സമയത്ത് ആളുകൾ നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് വരുന്ന ഷോപ്പിംഗ് മാളുകൾ, വലിയ വലിയ കമ്പനികളുടെ ഷോപ്പുകൾ, പിന്നെ നമ്മളുടെ മെക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയുള്ള ഫുഡ് ചെയിനുകൾ, അതിൻ്റെയൊക്കെ ഷോപ്പുകൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ രാമായണ എന്ന് പറയുന്ന പേരിലുള്ളതുണ്ടല്ലോ, അത് ഈ ഒരു ഇന്തോനേഷ്യയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മാൾ ചെയിൻ ആണ് കേട്ടോ. ആണ് അവിടെ എവിടെയോ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. നമ്മളെ കറങ്ങി ഇതൊരു ശരിക്കും രാത്രി ആകുമ്പോഴത്തേക്കും ആളുകൾ വരുന്ന ചൈനീസ് അമ്പലമാണല്ലോ, ഒരു ഫുഡ് സ്ട്രീറ്റ് ഏരിയ ആണ്. അപ്പം ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പം നടക്കും കേട്ടോ. ഈ ചൈനീസ് അമ്പലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതരം കളർ കോമ്പിനേഷൻ ആണല്ലേ. ഇവിടെ ചെന്നാൽ അതിങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ. ഇവിടെ എല്ലാം പാർക്കിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കണ്ടങ്ങൾ വണ്ടികളുടെ എല്ലാം മേലെ ഹെൽമെറ്റ് അവർ അതുപോലെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ആരും ഹെൽമെറ്റ് ഒന്നും എടുത്തിട്ടൊന്നും പോകുന്നില്ല. അതിനൊന്നാമത്തെ കാര്യം ഇവിടെ പാർക്കിംഗ് നോക്കാൻ വേണ്ടിയിട്ട് ആളുണ്ട്, എന്നാലും സേഫ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. യു ആർ നോട്ട് കമ്മിങ്. ആന് കോഫി കുടിക്കാൻ വേണ്ടി അവിടെ നിന്ന് കോഫി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു മാർക്കറ്റ് ഇൻ വീക്കെൻഡ്സ് ഇറ്റ് വിൽ ബി മോർ റഷ് റൈറ്റ്. ഈ വീക്കെൻഡുകളിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്നാണ് പറഞ്ഞത്. ഓരോ ഷോപ്പിൻ്റെ പേരൊക്കെ കണ്ട ഞങ്ങൾ ഇയോ എന്നൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്നതുണ്ടല്ലോ ജുഗ്ജ എന്ന് പറയുന്ന മക്കാസി, ഈ ഒരു സെൻട്രൽ ജാവയുടെ ട്രഡീഷണൽ ഫുഡുകളുടെ ഒരു സ്റ്റാളാണ് കേട്ടോ. ഓക്കെ, ബുഡക്ക്. ഓക്കെ, എല്ലാം വാഴയിലയിലാണ് ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നത്. പ്രധാനമായിട്ടും നോൺ വെജ് ഐറ്റംസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ എന്തെല്ലാം തോരൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ സാധനങ്ങളാണ്. ശരിക്കും നമ്മൾ ഈ ഒരു ഇന്തോനേഷ്യയിൽ വന്നപ്പോൾ കണ്ടില്ല, ഇവിടെയും ഫുഡുകളുടെ കാര്യത്തിൽ നമ്മളുടെ നാട്ടിലെ ശരിക്കും തമിഴ്നാട്ടുകാരനും മലയാളിയും അതുപോലെ പഞ്ചാബിയും ബംഗാളിയും ഒന്നും ഒരുപോലത്തെ ഫുഡല്ലല്ലോ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആരെയും സെയിം ഫുഡൊന്നുമല്ല കഴിക്കുന്നത്, ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിന്ന് ജസ്റ്റ് എന്തോ ഒരു സാധനം കുറച്ച് മിക്സൊക്കെ ആക്കിയിട്ട് ഇതാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിനകത്തേക്കാണ് ആ സാധനങ്ങൾ നിറയ്ക്കുന്നത്. ആ എല്ലാ സാധനങ്ങളും കുറേശ്ശെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ കക്ക ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ. ക്രാങ്. ഓ, ഇവർക്ക് കക്ക ക്രാങ്ങാണ്. ഹം ഫോർ അസ് കക്ക. ഹിയർ കാക്ക, എൽഡർ സിസ്റ്റർ കാക്ക എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ചക്കയാണ് കേട്ടോ. ചക്കയാണ് ഈ ഒരു രീതിയിലാക്കിയേക്കുന്നത്. എല്ലാ ഫുഡിനും ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോഴത്തേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വീറ്റ് ആയിട്ടുണ്ട്. ബാക്ക് പാക്കർ സുധി, ഇവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ചാനൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി.
ഇവിടെ ഉണ്ടല്ലോ നമ്മൾ മറ്റേ തെലുർഗുലൂങ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുട്ട കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഫ്രൈ ചെയ്ത ആ സ്റ്റിക്കിലുള്ള സാധനം അത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ കുറേയധികം ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്കറിയില്ല ഇവിടെ എല്ലാവരും ഐസ് ഇട്ടിട്ട് ഈ ഒരു ചായ വരെ കുടിക്കുന്ന ആ ഒരു ആൾക്കാരാണെന്നുള്ളത്. നമ്മുടെ പൊട്ടറ്റോ സ്പ്രിംഗ് റോൾ ഓക്കെ. തെരുമക്കാസി നമുക്ക് വേണ്ടി ലൈവായിട്ടൊരു പാട്ട് കൂടി പാടി തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൂടാതെ ഇത് എന്തോ ഒരു ഫ്രൈ ഐറ്റംസ് ആണ് കേട്ടോ. മൊമോ, എന്താ ഫ്രൈഡ് മൊമോ ഇവിടെയുണ്ട്. ഹായ്. ഓക്കെ, ദാറ്റ് ഈസ് മൊമോ റൈറ്റ്? മൊമോ പോലെ തന്നെയുണ്ട്. അതുകൂടാതെ ഫ്രൈഡ് ഐറ്റംസ്. ഓക്കെ, സാത്തേ ഉല സ്നാക്സ്. ഓക്കെ, നൈസ്. നോ 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 ഐ ഡോണ്ട് നോ. ദിസ് വൺ അമ്മേ സാത്തേ ഉലാങ്ങൊന്നുമല്ല കേട്ടോ, സ്നേക്ക് ആണ്. വേർ can I see? Where? ഇവിടെ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. നമ്മളുടെ പാമ്പ് ഫ്രൈ ആണ് കേട്ടോ. എൻ്റെ പൊന്നളിയാതാ പാമ്പിന് തൊലി പൊളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ കടിക്കോ ദൈവമേ, ഏതാ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതായിരിക്കുന്നു കടിക്കാത്ത പാമ്പ. ശിവനേ, ഇതാ പത്തി വിടർത്തുന്ന കോബ്രയാണ് അതേട്ടോ, കോബ്ര പാമ്പ്. അതിൻ്റെ ഫ്രൈ ആണിത്. ഓ മൈ ഗോഡ്, ഇത് സർപ്രൈസിങ് ആയി. ഇപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ചാക്കുണ്ടായിരുന്നു. ആ ചാക്കിന്ന് കുറേ പാമ്പിനെടുത്ത് ആ ഒരു ബോക്സിലേക്ക് ഇട്ടേ. നല്ല വലിയ വലിയ മുട്ടൻ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ അമ്മേ നോക്കി, പത്തി വിടർത്തി വെക്കുന്ന നല്ല ഒന്നാം തരം കരിമൂർക്കൻ. കടിക്കൂലെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് കടിക്കൂലെന്ന്. കാരണം പത്തി വിടർത്തുന്ന പാമ്പൊക്കെ കടിക്കത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു തെരുമക്കാസി. പാമ്പിനെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാമ്പിനെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നൊരു കടയിൽ നിന്ന് അതിൻ്റെ പെട്ടിയിൽ നിന്ന് ഇഷ്ടം പോലെ മൂർഖൻ പാമ്പുകളെ എത്തി നോക്കുന്നത് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആം സീയിങ്. സർപ്രൈസിങ്. നോ so much. Okay. Oh, makasih. അത് ഭയങ്കര ഒരു താങ്ക് യു. ഈ ബോർഡ് എന്നെ കാണിച്ചപ്പോഴാണ് കേട്ടോ ഞാനിത് മനസ്സിലാക്കിയത്. എൻ്റെ പൊന്നടിയാ, സർപ്രൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ബിഗ് സർപ്രൈസ് യുനോ. വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതായിരുന്നു അല്ലേ. ഇവിടെ നമ്മുടെ നോൺ വെജ് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഇതാ ഒരു നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി മുറിച്ച് ഫ്രൈ ആക്കുന്നുണ്ട്. തവ ഫ്രൈ പോലത്തെ സാധനങ്ങൾ. നൈസ് റൈറ്റ്. ക്രക്തലർ എന്ന് പറയുന്ന എന്തോ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുട്ട കൊണ്ടുള്ള എന്തോ ഒരു സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ അടുപ്പിലാണ് ഇവർ അത് ചുട്ടെടുക്കുന്നത്. നൈസ്. ഈ ബത്തോവി എന്ന് പറയുന്ന അവരുടെ കസ്റ്റം ഫുഡ്, അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ അത്. ഇത് ശരിക്കും വന്നിട്ടുണ്ടല്ലോ ട്രഡീഷണൽ ഫുഡുകളുടെ ഒരു മാർക്കറ്റ് കൂടിയാണ്. വെറുതെ ഫ്രൈഡ് റൈസും മറ്റു സാധനങ്ങളൊന്നുമല്ല. ഇവിടെ നിന്നിപ്പം അങ്ങോട്ടേക്ക് 3 തട്ടായിട്ട് ഇതാ ഇഷ്ടം പോലെ വെറൈറ്റി വിഭവങ്ങളുണ്ട്. ഇതിലൊന്നും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്രഡീഷണലും അതുപോലെ തന്നെ ആധുനികവും ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഹോങ്കോങ്ങിൻ്റെ എഗ് വഫ്ലെ എന്ന് പറയുന്ന സാധനം. ഇവിടെ ഈ ഒരു മൊമോസിനെ ഇവർ പറയുന്നത് ദിംസാം എന്നാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ, അസല് നമ്മളുടെ മൊമോ തന്നെയാണ്. അതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ പേര് മാറി. ഈ വണ്ടികളാണ് ഞാൻ ശ്രദ്ധിച്ചത്. എല്ലാം കാണാനൊരു നല്ല രസമുള്ള ടൈപ്പ് വണ്ടികളാണ്. ഇത് നമ്മളുടെ ജപ്പാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സുഷി, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സുഷി സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സുഷി വെറൈറ്റികൾ കാണാം. നിങ്ങൾക്ക് ആ ഒരു എഗ്ഗ് ഉള്ള ടൈപ്പ് ഇതുണ്ട്. ഇതെല്ലാം തുണിയുടെ ഒക്കെ എഗ്ഗാന്ന് തോന്നുന്നു. ആ ഒരു ടൈപ്പ് സുഷീസ് ഇത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആളുകൾ വരുന്നുണ്ട്. ഏതാ അവർക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ട് കേട്ടോ. സുഷി എന്നേരപ്പം ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മൾ ആദ്യമേ പോയ ആച്ചയിലായിരുന്നു. അവരുടെ ട്രഡീഷണൽ ഫുഡിൻ്റെതും ഇവിടെ കോർട്ടുണ്ട് കേട്ടോ. ഇത് നൂഡിൽസ് ആച്ചയിൽ നിന്നുള്ള സ്പെഷ്യൽ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തട്ടില്ലേ, ഉണ്ണിയപ്പത്തട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം വിഭവം.
Okay. What is its name? What is its name? Takoyaki. Takoyaki. Okay. അങ്ങനെയാണ് ഇതിന്റെ പേര്. Big one. We have its one same kind of thing, but it's sweet. We will call unniyappam. Unniyappam. Yeah. This is takoyaki. Takoyaki. Okay, nice. നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ ജാക്കിയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. സെയിം അതിനേക്കാളും കുറച്ചും കൂടി വലുതാണെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാമ്പിൻ്റെ ഇല്ലേ, അതുപോലെ തന്നെ വിവിധ കൈൻഡ് ഓഫ് പാമ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന ഇതാ മറ്റൊരു ഷോപ്പ്. ഇത് പ്രത്യേകമായിട്ട് ഇവർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ മുമ്പിൽ ചേട്ടൻ ഇരിക്കുന്നതാണ്. ഓ നൈസ്. ഒരെണ്ണം കണ്ടു, അതിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കാണാൻ കയറണ്ടല്ലേ. ഒരു ഫുൾ ചിക്കൻ ഇവിടുന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ ഒക്ടോപ്പസ് തൊട്ടടുത്തുള്ള കടയിൽ വന്നിട്ട് നമ്മളുടെ ഒക്ടോപ്പസ് ഇല്ലേ, അതിൻ്റെ ഫ്രൈ ഐറ്റംസ്, തന്തൂരി ഐറ്റംസ് കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ. നീരാളി. ക്വാളിറ്റീസ് നീരാളി. നീരാളി നീരാളി ഫ്രൈ ഉണ്ട് കേട്ടോ. ഗൂരിത്ത. ഓക്കെ, ഇവിടെ ഇതിൻ്റെ പേര് ഗൂരിത്ത എന്നാണ്. അതിന് ലൈവായിട്ട് ഇതാ ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നൈസ്. അതിൻ്റെ അത് കുറേ എന്തെല്ലോ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സ്വന്തം എന്ന് പറയുന്ന ഐറ്റമാണ്. അതായത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഈ തായ്ലൻഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് ഇവർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതാ ഒരു ഷോപ്പിൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചധികം തിരക്ക്. നോക്കുമ്പോണ്ടല്ലോ, ജാമു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്തോനേഷ്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവർ മേക്ക് ചെയ്യുന്നതാണ്. അപ്പം അത് ഈ ഒരു മഞ്ഞൾ പോലത്തെ സാധനമൊക്കെ ഇല്ലേ, മഞ്ഞൾ, ഇഞ്ചി, അതുപോലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഫുഡല്ല, ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. അതൊക്കെ കൂടി ചതച്ച് അതിൻ്റെ അകത്തേക്ക് ഇതുണ്ട്, മധുരം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശർക്കര പോലത്തെ എന്തോ ഒരു ഐറ്റമാണ്. അതുകൂടി ചെയ്ത് അവിടെ നിന്ന് അവർ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജാമു, ട്രഡീഷണൽ ഡ്രിങ്ക്സ് ഓഫ് ഇന്തോനേഷ്യ. ഇവിടെ പിന്നെ ഉണ്ടല്ലോ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള മോച്ചി എന്ന് പറയുന്ന ഫുഡ് ഇവർ ഒരു റൗണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് പോലുള്ള സാധനമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ ഡിഫറെൻറ്റ് ചോക്ലേറ്റ് ഉണ്ട്, അതുകൂടാതെ ഇത് സ്ട്രോബെറി ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ് സീൻ നൈസ്, കളർഫുൾ. ട്രാൻസ്ലേറ്റ്. ഓക്കെ, I told it's a very beautiful, that arrangement is very beautiful, seeing very Cantik katanya tata. Cantik. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാവേ. നമ്മളുടെ പുട്ടില്ലേ, പുട്ട്, അതിൻ്റെ ഇവരുടെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. പക്ഷേ ഇതിന് വലുപ്പം കുറവാണ്. ഇതുപോലത്തെ കുറ്റിയിലാണ് ഇവർ ചിട്ടെടുക്കുന്നത്. പേരെന്താണെന്നറിയാവോ? പുത്തു. പുത്തു എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ആ ഒരു സൈഡിൽ അവർ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, അതൊക്കെ പുത്തുവാണ്. ഇതൊരു സ്വീറ്റ് ഐറ്റമാണ് ഇവരുടെ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മളുടെ അടയില്ലേ, അട പോലെ തന്നെയുള്ള എന്നാൽ സമൂസയുടെ ഷേപ്പുള്ള ഒരു ഐറ്റവും ഇവിടെയുണ്ട്. പിന്നെ നമ്മളുടെ ഇടിയപ്പം ഇല്ലേ, ഇടിയപ്പം പോലെയുള്ള ഒരു ഐറ്റവും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഫുഡുമായിട്ട് സാമ്യമുള്ള പല ഫുഡ് ഇവിടെയുണ്ട്. ഇതെല്ലാം ബാമ്പൂവിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രമാണ് നമുക്കിത് ഇവിടെ കാണാനുള്ളത്. പുത്തു. ഞാനപ്പോഴത്തേക്കുണ്ടല്ലോ കോഫിയൊക്കെ വാങ്ങിയിട്ട് നടന്ന് ക്ഷീണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കോഫിയെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. യു ആർ ഷൈ, വൈ യു ആർ ടു മച്ച് ഷൈ? ഫോട്ടോ എടുക്കാൻ വരെ ഭയങ്കര ഷൈ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓ, വാട്ട് ഈസ് ദിസ് നെയിം? ദിസ് വൺ? ഇത് നമ്മളുടെ ഓത്തക്ക. ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ നമ്മളുടെ ആച്ചയിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫ്രം ഫിഷ്. ഓ, അതല്ല കേട്ടോ. ഇത് മീനിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മീൻ ചുട്ട ഒരു ഐറ്റം. മീൻ ചുട്ടതും അതുപോലെ തന്നെ അരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പേര് പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അതാണ് അതിൻ്റെ പേര്. ബട്ട് ഇമ്പെ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു സാധനത്തിൻ്റെ പേര്. നമുക്ക് നിങ്ങൾ ഇതൊക്കെ എന്ത് ദൈവമേ, ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണോ എന്തോ. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഫുഡുകളിൽ ഇത്രയധികം വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ. അതും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതും അതിന് കാണാനായിട്ട് ഇത്രമാത്രം ഭംഗിയുണ്ടെന്നുള്ളതും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഇത് നമ്മളുടെ സൊറാബി. നമ്മുടെ ദോശയില്ലേ, ആ ദോശേൻ്റെ മറ്റൊരു സാധനം സോറാബി. ഇതേണ്ട ആ ഒരു വെള്ളയപ്പം പോലത്തെ അതിൻ്റെ അകത്ത് ചുട്ടെടുക്കുന്ന സോറാബിയെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെന്താ
ഓട്ടട. വി ഹാവ് ഓട്ടട. ഇൻ കേരള വി ആർ സെയിങ് ഇറ്റ് ഇസ് ഓട്ടട. ഓട്ടട. യെസ്, അതേ സാധനം കേട്ടോ. പക്ഷെ ഇവിടെ കളർ മാറ്റമുണ്ട്, പച്ച കളറാണെന്നുള്ള. നൈസ്. ഇതിവിടെ എന്തെന്ത് ഇത് പോപ്കോണിൻ്റെ എന്തോ ഒരു സാധനം. ഓക്കെ, അത് ഉണ്ടാക്കുന്നില്ല ഇപ്പം, അത് കാര്യമായിട്ടാണ് നിൽക്കുന്നത്. ദിസ് ഈസ് ബനാന. Banana. അമ്മേ, പഴം പൊരിച്ചത്, പഴം നിറച്ചത്. ഇതാ വലിയ നമ്മളുടെ വലിയ നേന്ത്രപ്പഴം ഇല്ലേ, ആ നേന്ത്രപ്പഴം കൊണ്ട് തന്നെയാണ് ഇവരുണ്ടാക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്സ് നെയിം? ഓ, പിസാങ് എന്ന് പറയുന്ന ബനാനയ്ക്കാണ്. അപ്പോൾ പിസാങ് കേജു എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര്. ഇതുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഇവർ അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മേലെ വെച്ചേക്കുന്നത് തേങ്ങയാണ്. അതുകൂടാതെ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു എന്ത് മിൽക്കാണ്, ആ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം എത്രമാത്രം വലിപ്പമുള്ള പഴമാണ് അവർ വറുത്തെടുക്കുന്നതെന്നുള്ളത്. നൈസ്. ഇവിടെ നമ്മളുടെ ആ ഒരു സ്റ്റിക്കിൽ കുത്തിയെടുക്കുന്ന ഐറ്റംസ്, ഇതെല്ലാം നമ്മളുടെ കബാബ് പോലെ തന്നെയുള്ള, ഇവിടുത്തെ പേര് വേറെ ആയിരിക്കും, ഐറ്റമാണ് കേട്ടോ. നമ്മൾ അവിടെ കണ്ട ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു അപരന ഉണ്ടാക്കുന്ന ഷോപ്പും ഇവിടെയുണ്ട്. ഇന്തോനേഷ്യയിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ ഈ കാണുന്നത്, നമ്മളുടെ സാത്തേ പതാങ്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ നമ്മളുടെ സിൽവിയൻ്റെ അടുത്ത് പോയ സമയത്ത് സിൽവിയാണ് ഈ ഒരു ഫുഡ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് സാത്തേ പതാങ്. ഓക്കെ, കസവ ഫ്രൈ. ഇവിടെ നമ്മളുടെ കപ്പ പൊരിച്ചത്, അതായത് നമ്മളുടെ കപ്പ നമ്മൾ പൊരിക്കുന്ന പോലെ പൊരിക്കുകയല്ല, ഇങ്ങനെ നമ്മൾ ചെണ്ടം പുഴുങ്ങാൻ വേണ്ടി വലുതാക്കിയിട്ട് മുറിക്കില്ല, അതുപോലെ തന്നെ മുറിച്ചിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നൈസ്. ഇൻ കസാവ ഹിയർ നെയിം സിങ്കോ. ഓക്കെ, തെർമക്കസി. ഇവിടെ ഈ ഒരു കടയിൽ വന്നിട്ട് ചിക്കനും അതുപോലെ തന്നെ ഡെക്കിൻ്റെയും ഫ്രൈ ഐറ്റംസ്, തന്തൂരി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഇതാണ് നല്ല കളർഫുള്ളാണ്, നല്ല കളറാണ് കാണാനായിട്ട്. ചിലപ്പോൾ ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്കും ചെറിയൊരു മധുരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മധുരം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. നൈസ്, ഗുഡ് ഹെയർ സ്റ്റൈൽ. ഇവിടെ ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഈ ചേട്ടൻ പാട്ട് പാടുന്നതാണ്. ഈ കാണുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്വീറ്റ് ഐറ്റമാണ്. പേര് വന്നിട്ട് മാർട്ട് അബാക്ക് എന്നാണ് കേട്ടോ. കണ്ടങ്ങൾ ഈ ഒരു പൊതിഞ്ഞ ദോശ പോലെയുള്ള സാധനത്തിൻ്റെ ഉള്ളിൽ സ്വീറ്റ് ഫില്ല് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊക്കെ തരത്തിലുള്ള സ്വീറ്റ്സാ അല്ലേ. നമ്മുടെ ഐസിട്ട ഡ്രിങ്ക്സുകളുടെ വെറൈറ്റീസ് ഇല്ലേ, കളർഫുൾ സാധനങ്ങൾ, അത് ഇഷ്ടം പോലെ ഇവിടെയുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവിടെ നമ്മളുടെ വെറൈറ്റീസ് ഓഫ് കേക്കാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തു നിന്നുള്ള പീസുകൾ ഇവർ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടല്ലോ, ബോല ഉബി എന്ന് പറയുന്ന നമ്മളുടെ കപ്പയില്ലേ, കപ്പയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരുതരം സ്വീറ്റ് ഐറ്റമാണ്. കപ്പ പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സ്വീറ്റ് കാര്യങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് ഇവർ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് ഞെക്കി അതിൻ്റെ ഉൾഭാഗം കൂടി വേവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നൈസ്. സിലൂൺ പപ്പുവട എന്ന് പറയുന്ന ഈ ഒരു പപ്പുവ ന്യൂഗിനിയ ആ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ്. അതിങ്ങനെ ഇവർ നമ്മളുടെ മുട്ട തന്നെ ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് സം കൈൻഡ് ഓഫ് പൊടികൾ ഇതുണ്ടല്ലോ, ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും പപ്പുവ ന്യൂഗിനിയയിൽ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെയുണ്ട്. ഓക്കെ, ഐ സീൻ ദിസ് ഈസ് എഗ്. വേറെ പിന്നെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള പല സാധനങ്ങളുടെയും കടകൾ ഇവിടെയുണ്ട്. എന്നാലും ഇവിടെ നിന്ന് കണ്ടതിൽ എന്നെ ഏറ്റവും അധികം ഉൾക്കിടിലം കൊള്ളിച്ച കാര്യം ആ ഒരു പാമ്പിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. എന്നോട് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം എന്നല്ലേ. പക്ഷെ അഥവാ എങ്ങാനും മൂർഖം പാമ്പായതുകൊണ്ടേ വിഷം എങ്ങാനും ഉള്ളിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കേട്ടോ ഒരു പേടിയുള്ളത്. ഓരോ കാൻഡിയൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. അപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ കളർഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചേക്കുന്നത് നമ്മളുടെ മീൻ ഐറ്റംസാണ്. കൊറയ എന്നാണ് ഈ ഒരു സാധനത്തിന് ഇവിടെ പറയുന്നത്. അതിന് അവർ ചുട്ടല്ല ഫ്രൈ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മളുടെ നീരാളിയില്ലേ, നീരാളിയും ഉണ്ട് കേട്ടോ.
അതുകൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഇതുപോലെ ബാൻഡുകൾ വന്ന് നിന്നിട്ട് ലൈവ് പെർഫോമൻസുകൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മളിതാ ഇവിടെ കാണുന്നത്. നമ്മളുടെ ഇന്തോനേഷ്യയുടെ സോങ് ആണ് കേട്ടോ അവർ പാടുന്നത്. ഇവിടത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ സ്റ്റാളുകളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റാളുകളിലെ ഫുഡൊക്കെ തീർന്നിട്ട് അവർ പതുക്കെ അടയ്ക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മളുടെ മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ അപരൻ ഇവിടെ വേറൊരു വെറൈറ്റിയാണ്. അപ്പം ഇത്രയും നേരം നിങ്ങൾ നടന്നതിലേ ഇവിടെ ഏതെങ്കിലും വിദേശികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൂറിസം ഏരിയയോ അല്ലെങ്കിൽ നമ്മളുടെ തായ്ലൻഡിൽ അല്ലെങ്കിൽ കംബോഡിയയിലോ ഒക്കെ കാണുന്ന പോലുള്ള ഫുഡ് മാർക്കറ്റുകളോ മലേഷ്യയിലൊക്കെ ഉള്ള പോലത്തെ ഫുഡ് മാർക്കറ്റ് ഒന്നുമല്ല. ഇത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഒത്തൻറ്റിക് സാധനങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന യാതൊരു തരം കൃത്രിമത്വം ഇല്ലാതെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് വാട്ട് ഈസ് ദിസ് പ്ലേസ് നെയിം? പസറാമ തെങ്കരാങ്. ഓക്കെ, എന്ന മാർക്കറ്റാണ് കേട്ടോ. നൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ചാമ്പക്കയില്ലേ അവൻ്റെ വലിയൊരു സാധനം. ഇവരിന് ഇവിടെ പറയുന്നത് ജാംബു എന്നാണ് കേട്ടോ. അവക്കാഡോ ഈസ് സെയിം വി ഹാവ്. വി ഡോണ്ട് ഹാവ് ദിസ് വൺ. ഇത്രയും വലിയൊരു ചാമ്പക്ക നമ്മുടെ നാട്ടിലില്ലല്ലോ. പനിനീർ ചാമ്പ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനെടുത്തിട്ടുള്ള ആന വളരെ സന്തോഷത്തോടെ ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ മുംബൈ ടെക്സ്റ്റൈൽ നമ്മുടെ ഈ മാർക്കറ്റിലും ഉണ്ടല്ലേ മുംബൈക്ക് പിടി. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന നമ്മളെ കണ്ട മാർക്കറ്റിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് നടന്നത്. ഇപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. ഈ വരുന്നതുണ്ടല്ലോ പ്രേതമൊന്നുമല്ല ഇവരിങ്ങനെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. പോച്ചം എന്നൊരു പേര് പറഞ്ഞ് അപ്പം അങ്ങനെയുള്ള ഒരു വേഷം ധരിച്ച ആളാണ്. രാത്രി ഒറ്റയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പേടിയാവും കേട്ടോ. സൈവാനി നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ആ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടും ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. ശരിക്കും അതുണ്ടല്ലോ ലേക്കല്ല, ഇതിൻ്റെ അപ്പുറം ഉള്ളതൊരു റിവറാണ്. അതിൻ്റെ സൈഡിൽ കൂടി നടക്കാനുള്ള വഴിയും അവിടെ രാത്രി ആകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഷോപ്പുകൾ വരിക, അവിടെ നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ചീസാഡാനിക് എന്നാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുഴയുടെ പേര്. ശരിക്കും തങ്കരാങ് ടൗണ് വളർന്നു വന്നേക്കുന്നത് ഈ ഒരു പുഴയുടെ ഇരു വശങ്ങളിലായിട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു സാധനം ഇവർ സ്പെഷ്യലായിട്ട് തപ്പി നടക്കുന്നതാണ്. അപ്പം അതുണ്ടോ എന്നാണ് ആ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിക്കുന്നത്. മോൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, എന്തോ പറയുന്നുണ്ട്. കാര്യമായ ഡിസ്കഷനാണ്. അങ്ങനെ തപ്പി നടന്ന സാധനം ഇവിടെ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സൈഡിൽ വണ്ടിയാക്കി. ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ നേരത്തെ അപ്പുറം കണ്ട പോലത്തെ കടകളും ഉണ്ട്. വളരെ ആസ്വദിച്ച് ഉണ്ടല്ലോ ഓരോ സ്റ്റിക്കായിട്ട് എടുത്ത് ആ ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഷോപ്പുകൾ ഫ്രണ്ടിൽ അതിന് ബാക്കിലായിട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ്. ചെറിയ നിലത്തിരിക്കുന്ന ടൈപ്പ് ചെറിയ ടേബിളുകളാണ്. അതിൻ്റെ അകത്ത് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ നദി അപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുണ്ടല്ലോ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പാലം കൂടി കാണാൻ പറ്റും കേട്ടോ. അത് കണ്ടോ നിങ്ങൾ? നൈസല്ലേ നദി? പക്ഷേ ഉണ്ടല്ലോ അത്യാവശ്യം കലങ്ങി മറിഞ്ഞ് കുറച്ചധികം വേസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ ആയിട്ടാണ് ഒഴുകുന്നത്. മഴ പെയ്തിട്ടുണ്ടാവണം. ഫ്രണ്ട്സ് തപ്പി വന്നിട്ടുണ്ടല്ലോ. അവസാനം ചോറും ചിക്കൻ പൊരിച്ചതും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എന്തോ ആ ഒരു കൊമ്പിൽ കുത്തിയ സാധനം അത് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൈ ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലൊരു ഇത് തരും. ഇതും കൊണ്ടാണ് നമ്മൾ വാരി കഴിക്കേണ്ടത് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് അകമ്പടിയായിട്ട് ഇതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് ഒരാൾക്കാർ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഫോട്ടോ, ഇറ്റ്സ് വീഡിയോ. നമ്മളെ അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇവർ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, കാരണം ഇവർ ഓൾറെഡി കഴിച്ചിട്ട് വന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോറ് കഴിച്ചു, പിന്നെ ആ സ്റ്റിക്ക് കുത്തിയ സാധനങ്ങളൊക്കെ, പിന്നെ കുറേ അധികം നേരം
കണ്ട ആക്ച്വലി ഞാൻ ഇത്രയ്ക്ക് ആക്റ്റീവാണ്, വെരി ആക്റ്റീവ്, വെരി ഫ്രണ്ട്. ഡാൻസ് ഒക്കെ അറിയാം, ഹോളിവുഡ് ഡാൻസ്. You know that sing na song, one Hindi song? चलते यूं ही रुक जाता हूँ मैं Once more. No. चलते चलते na 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 na. जाता हूँ मैं बीते कभी nggak tahu lagu जाता हूँ मैं ya ഇവരെല്ലാവരും ഹിന്ദി സിനിമകളുടെയും ഹിന്ദി ആക്ടേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര, ബോളിവുഡിൻ്റെ ഭയങ്കര ഫാൻസാണ് കേട്ടോ. താങ്ക് യു. okay you're welcome bye ഇനി പോട്ടെ. ഇവിടുന്ന് ചെരുപ്പൊക്കെ ഒന്ന് എടുക്കുമ്പോൾ കൊട്ടി കുടഞ്ഞിട്ടൊക്കെ എടുക്കണം കേട്ടോ. മറ്റേ മുറുക്കൻ പാമ്പുകളിൽ ആരെങ്കിലും രക്ഷപ്പെട്ട് വന്ന ടീംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നമ്മൾ തീരുമാനമാകും. അവിടെ നിന്ന് നേരെ ഞാൻ വീണ്ടും തിരിച്ച് നമ്മൾ താമസിച്ച ആ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വന്നു അവിടെ എന്നെ കൊണ്ടുപോക്കാനായിട്ട്. ബൈ ബൈ, ടാറ്റാ, ആൻ. ഓക്കെ, നൈസ് ഡ്രീം വിത്ത് കിങ് കോബ്ര ബുളാൻ. ഓക്കെ, ബൈ ബൈ. ദഹറിനെ ഇവിടെ ആക്കിയിട്ട് അവർ രണ്ടുപേരും തിരിച്ചു പോയി. ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ കോബ്രേനെ കണ്ടില്ല. മിക്കവാറും ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ കോബ്രേനെ ആയിരിക്കും കേട്ടോ സ്വപ്നം കാണുന്നത്. അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരിതായിരുന്നു. എന്തായാലും വുളാൻ എന്നാണ് കേട്ടോ ഇവിടെ കോബ്രേനെ പറയുന്നത്. ആ കോബ്രേനെ ഫ്രൈ ചെയ്യുന്ന, അതും കടിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? എന്തായാലും കൊള്ളാം. ഹായ്, സ്പെഷ്യൽ ഫുഡ്. ഓക്കെ, ഫ്രൈ. വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവർ ഹോട്ടലിൽ ഇവരാണ്. അപ്പം നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തി. ഞാൻ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നിന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ നിന്നും അവരുടെ അങ്ങോട്ടേക്ക് ഒരു അരമണിക്കൂറിൻ്റെ റൈഡ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ നിന്നും നമുക്ക് നമ്മളുടെ ജക്കാർത്ത എന്ന് പറയുന്ന മെയിൻ സിറ്റിയിലേക്ക് 1 മണിക്കൂറിൻ്റെ ഓട്ടോ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ നിന്നും ഈ എയർപോർട്ടിലേക്ക്, ഈ ജക്കാർത്തയിലെ എയർപോർട്ടിലേക്ക് ജസ്റ്റ് അരമണിക്കൂറിൻ്റെ ഓട്ടോ ഉള്ളൂ. അങ്ങനൊരു പോയിൻ്റാണ് കേട്ടോ ഈ പോയിൻ്റ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.